ഒരു വാർത്ത കണ്ടോ നിങ്ങൾ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വന്നൊരു വാർത്തയാണിത്. അതായത് പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ സ്കൂളിൽ സോളാർ സിസ്റ്റം പഠിക്കുമ്പം 9 ഗ്രഹങ്ങൾ, അതായത് 9 പ്ലാനറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നവഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ ഒരു 2006 ഒക്കെ ആയപ്പോഴത്തേക്കും പ്ലൂട്ടോയെ എന്ത് ചെയ്തു? ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ആകാശഗോളം, അതായത് സെലസ്റ്റിയൽ ബോഡി പ്ലാനറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്ലാനറ്റ് ആയിട്ട് പരിഗണിക്കണമെങ്കിൽ അതിന് 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണെന്നല്ലേ? ഇറ്റ് ഷുഡ് ഹാവ് സ്ഫെറിക്കൽ ഷേപ്പ്, അതിന് ഒരു ഗോളാകൃതി ഉണ്ടായിരിക്കണം. രണ്ടാമതായി പറയുന്നത് ഇറ്റ് ഷുഡ് റിവോൾവ് എറൗണ്ട് ദി സൺ, സൂര്യനെ അതെന്ത് ചെയ്യണം? വലം വെക്കണം. മൂന്നാമത്തേത് ഇറ്റ് ഷുഡ് ഒബ്സ്റ്റാക്കിൾ ഫ്രീ ഓർബിറ്റ്, അതിനെന്തുണ്ടാവണം? ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാത്ത അതിൻ്റേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു ഭ്രമണപഥം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് പ്ലൂട്ടോയെ എന്തുകൊണ്ടാണ് പ്ലാനറ്റിൻ്റെ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്ലാനറ്റായിട്ട് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ പ്ലൂട്ടോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്വന്തം സാറ്റലൈറ്റ് ആയിട്ടുള്ള ഷാരണിനെ വലം വെക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. രണ്ടാമത് പറയുന്നത് ഒബ്സ്റ്റാക്കിൾ ഫ്രീ ആയിട്ടുള്ള ഓർബിറ്റ് ഉണ്ടാവണം എന്നല്ലേ. പക്ഷേ പ്ലൂട്ടോ എന്ത് ചെയ്യുന്നു? നെപ്റ്റ്യൂണിൻ്റെ ഓർബിറ്റിനെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ 2006 ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ, അതായത് IAU, പ്ലൂട്ടോയെ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. പ്ലാനറ്റിൻ്റെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഡ്വാർഫ് പ്ലാനറ്റ് അഥവാ കുള്ളൻ ഗ്രഹത്തിൻ്റെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ 8 ഗ്രഹങ്ങളാണുള്ളത്. അപ്പോൾ ആ ഏതൊക്കെയാണ് 8 ഗ്രഹങ്ങൾ എന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാമോ?